നമസ്കാരം. ഇന്ത്യയുടെ നടപടിക്കെതിരെ ആദ്യമായി തുറന്നടിച്ചിരിക്കുകയാണ് ഇറാൻ. ഇറാനിലെ തെക്കുകിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചബഹാർ തുറമുഖം ഇന്ത്യയുടെ വിദേശ നയത്തിലും വ്യാപാര തന്ത്രത്തിലും ഏറെ നിർണായകമായ സ്ഥാനമാണ് കൈവരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ വർഷം പദ്ധതിക്കായി ഫണ്ട് അനുവദിക്കേണ്ടതില്ല എന്ന ഇന്ത്യയുടെ തീരുമാനം ഇരു രാജ്യങ്ങളുടെ ബന്ധങ്ങളിലും ചർച്ചയ്ക്കിടയാക്കിയിരിക്കുകയാണ്. ഈ തീരുമാനത്തിൽ നിരാശ പ്രകടിപ്പിച്ച അബ്ബാസ് അരാഗ്ചി രംഗത്ത് വന്നു കഴിഞ്ഞു. ഇത് ഇന്ത്യക്കും ഇറാനും ഒരുപോലെ പ്രാധാന്യമുള്ള പദ്ധതിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ കഴിയുന്ന സുവർണ കവാടം എന്ന വിശേഷണമാണ് അദ്ദേഹം ചബഹാറിന് നൽകിയിരിക്കുന്നത്. ചബഹാർ തുറമുഖത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഭൗമഗോളവും രാഷ്ട്രീയവുമായ പശ്ചാത്തലം പരിശോധിക്കേണ്ടതുണ്ട്. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം ചൈനയുടെ പിന്തുണയോടെ വികസിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇറാനിലെ ചബഹാർ ഇന്ത്യക്കുള്ളൊരു തന്ത്രപ്രധാന മറുപടിയായി കണക്കാക്കപ്പെടുന്നു. അറബിക്കടലിലേക്ക് നേരിട്ടുള്ള പ്രവേശനം നൽകുന്ന ഈ തുറമുഖം ഇന്ത്യക്ക് പാകിസ്ഥാൻ ഭൂപ്രദേശത്തെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും ചരക്കെത്തിക്കാനുള്ള മാർഗം തുറക്കും. ഇതിലൂടെ വ്യാപാര ചെലവ് കുറയ്ക്കാനും സമയ ലാഭം നേടാനും ഇന്ത്യക്ക് കഴിയും. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ചബഹാർ കരാർ ഒപ്പുവെച്ചത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. 2016 ഒപ്പുവെച്ച ഈ കരാർ ഇന്ത്യയുടെ കണക്ട് സെൻട്രൽ ഏഷ്യ നയത്തിന്റെ ഭാഗമായി വിലയിരുത്തപ്പെട്ടു. തുടർന്ന് ഇന്ത്യ തുറമുഖത്തിന്റെ ചില അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഏറ്റെടുത്തു. ചരക്കു കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളും മാനേജ്മെന്റ് സംവിധാനങ്ങളും ഇന്ത്യയുടെ സഹായത്തോടെ മെച്ചപ്പെടുത്തും. ഇതിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഗോതമ്പ് ഉൾപ്പെടെയുള്ള ചരക്കുകൾ ചബഹാർ വഴി വിജയകരമായി അയച്ച അനുഭവവും ഇന്ത്യക്കുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഇറാനെതിരായ അമേരിക്കൻ ഉപരോധങ്ങൾ പദ്ധതിയുടെ പുരോഗതിയെ പലപ്പോഴും ബാധിച്ചിട്ടുണ്ട്. ഉപരോധങ്ങളാൽ സാമ്പത്തിക ഇടപാടുകൾ സങ്കീർണമാവുകയും ബാങ്കിംഗ് സംവിധാനങ്ങൾ നിയന്ത്രണ വിധേയമാവുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഫണ്ട് അനുവദിക്കാത്ത തീരുമാനം വന്നതെന്ന വിലയിരുത്തലുണ്ട്. എങ്കിലും ഈ തീരുമാനം താൽക്കാലികമാണോ അല്ലെങ്കിൽ ദീർഘകാല നയപരമായ മാറ്റത്തിന്റെ സൂചനയാണോ എന്നത് വ്യക്തമല്ല. ഇന്ത്യക്ക് ചബഹാർ ഒരു സാധാരണ തുറമുഖമല്ല. ഇത് ഇന്ത്യയുടെ വ്യാപാരവും ഊർജ്ജ സുരക്ഷയും മേഖലാ സ്വാധീനവും ശക്തിപ്പെടുത്തുന്ന ഒരു പ്രധാന വഴിയാണ്. മധ്യേഷ്യൻ രാജ്യങ്ങളായ കസഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ തുടങ്ങിയവയുമായി ബന്ധം ശക്തിപ്പെടുത്താൻ ചബഹാർ വഴി കര, കടൽ, റെയിൽ മാർഗങ്ങൾ ബന്ധിപ്പിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര ഉത്തര ദക്ഷിണ ഗതാഗത കോറിഡോർ പോലുള്ള പദ്ധതികളുമായി ചബഹാറിനെ ബന്ധിപ്പിക്കാനുള്ള ശ്രമവും നടന്നുവരുന്നു. ഇതിലൂടെ ഇന്ത്യക്ക് യൂറോപ്യൻ വിപണികളിലേക്കുള്ള പ്രവേശനം കൂടുതൽ എളുപ്പമാക്കാൻ കഴിയും. ഇറാന്റെ കാഴ്ചപ്പാടിലും ചബഹാർ അത്ര പ്രധാനമാണ്. സാമ്പത്തിക ഉപരോധങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ വിദേശ നിക്ഷേപവും വ്യാപാരവും വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ്. ഇന്ത്യ പോലുള്ള വലിയ സാമ്പത്തിക ശക്തിയുടെ പങ്കാളിത്തം ഇറാന്റെ അന്താരാഷ്ട്ര ഒറ്റപ്പെടൽ കുറയ്ക്കാനും സഹായമാണ്. അതിനാൽ ഇന്ത്യയുടെ ഫണ്ടിംഗ് തീരുമാനം ഇറാനിൽ നിരാശ സൃഷ്ടിച്ചതിൽ അതിശയിക്കാനില്ല. അതേസമയം ഇന്ത്യ തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. പശ്ചിമേഷ്യയിലെ ജിയോ പൊളിറ്റിക്കൽ സമവാക്യങ്ങൾ, അമേരിക്കയുമായുള്ള ബന്ധം, ഗൾഫ് രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ എന്നിവയെല്ലാം ഇന്ത്യ പരിഗണിക്കുന്ന ഘടകങ്ങളാണ്. അതിനാൽ ചബഹാർ പദ്ധതിയിൽ ഇടവേള വന്നാലും ഇന്ത്യ പൂർണ്ണമായും പിന്മാറുമെന്ന് കരുതുന്നത് അതിശയോക്തിയാകാം. ഭാവിയിൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കാം. പരസ്പര വിശ്വാസവും ദീർഘകാല തന്ത്രപരമായ ദർശനവും നിലനിർത്താനാവുന്നുവെങ്കിൽ ചബഹാർ തുറമുഖം ഇന്ത്യ ഇറാൻ ബന്ധത്തിന്റെ തൂണായി തന്നെ തുടരും. മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഇന്ത്യയുടെ സ്വാധീനം വ്യാപിപ്പിക്കാൻ കഴിയുന്ന ഈ സുവർണ കവാടം വീണ്ടും സജീവമാകുമോ എന്നത് വരാനിരിക്കുന്ന നയതന്ത്ര നീക്കങ്ങളാണ് നിർണ്ണയിക്കുക. ചബഹാർ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ അനിശ്ചിതത്വം ഇന്ത്യയുടെ വിദേശ നയത്തിലെ സങ്കീർണതകളെ പ്രതിഫലിപ്പിക്കുന്നു. സാമ്പത്തിക താൽപര്യങ്ങളും അന്താരാഷ്ട്ര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും തമ്മിൽ തുലനം പുലർത്തേണ്ട അവസ്ഥയിലാണ് ഇന്ത്യ. എന്നാൽ ദീർഘകാലത്തിൽ നോക്കുമ്പോൾ ചബഹാർ തുറമുഖം ഇന്ത്യക്കും ഇറാനും ഒരുപോലെ പ്രയോജനകരമായ പദ്ധതിയായതിനാൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് പ്രദേശത്തിന്റെ സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും ഏറ്റവും അനുയോജ്യമായ മാർഗം എന്നതിൽ തർക്കമില്ല. മോദി അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന കാര്യം ശുഭപ്രതീക്ഷയോടെയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്.